പാരിപ്പള്ളി വവ്വാക്കുന്ന് ലക്ഷ്മീനാരായണ ക്ഷേത്രത്തിലെ തന്ത്രി പത്മനാഭപൊറ്റി മരങ്ങാട്ടില്ലം. ഇവിടെ 2026 ജനുവരി മാസം 26 തീയതി വൈകുന്നേരം ഗണപതി ഹോമം, വൈകുന്നേരം ബിംബപരിഗ്രഹം, പ്രാസാദശുദ്ധി, അസ്ത്രകലശം, പ്രാസാദ പൂജ, രക്ഷാഗ്നഹോമം, വാസ്തുഹോമം, വാസ്തുകലശം, വാസ്തുപുണ്യാഹം അത്രയും നടത്തി 26 തീയതി പൂജ തീർന്ന് 27 തീയതി ഗണപതി ഹോമം, ചതുശുദ്ധി, ധാര, പഞ്ചകം, പഞ്ചഗവ്യം, ബിംബശുദ്ധി കലശം, അനുജ്ഞാകലശം, ബിംബശുദ്ധി ക്രിയ, മൃത്യുഞ്ജയ ഹോമം എന്നീ കർമ്മങ്ങളും വൈകുന്നേരം 27 തീയതി വൈകുന്നേരം സുദർശന ഹോമം, ആവാഹന, ജലാധിവാസം, ഭഗവതി പൂജ ഇത്രയും കാര്യങ്ങൾ നടത്തി. ഗണപതി ഹോമം, ജലോദ്ധാരം, ബിംബശുദ്ധി കലശം, കർക്കരി കുംഭേശ കലശം, വിദ്യേശ്വര കലശം, കലശപൂജ, പീഠപ്രതിഷ്ഠ, സത്വഹോമം, പ്രതിഷ്ഠാഹോമം, നവശക്തി ഹോമം എന്നീ കാര്യങ്ങൾ രാവിലെ കഴിഞ്ഞു. വൈകുന്നേരം അധിവാസ ഹോമം, അധിവാസ പൂജ, ഭുവനേശ്വരി പ്രതിഷ്ഠ. 2026 ജനുവരി മാസം 29 വ്യാഴാഴ്ച ഭുവനേശ്വരി പ്രതിഷ്ഠ, ധ്വജപ്രതിഷ്ഠ, കലശാഭിഷേകം എന്നീ കർമ്മങ്ങളും ധ്വജപ്രതിഷ്ഠയും ഉണ്ടായിരിക്കും. വവ്വാക്കുന്ന് ശ്രീ ലക്ഷ്മീനാരായണ ക്ഷേത്രത്തിൽ ഭക്തജനത്തിരക്കിനിടയിൽ കൊടിമര പ്രതിഷ്ഠാ കർമ്മങ്ങൾ നടന്നു. 2026 ജനുവരി 29 വ്യാഴാഴ്ച രോഹിണി നക്ഷത്രത്തിലായിരുന്നു ക്ഷേത്രത്തിലെ സുപ്രധാനമായ ചടങ്ങുകൾ നടന്നത്. പുലർച്ചെ 5 മണിക്ക് പള്ളിയുണർത്തലോടെയും അഭിഷേകത്തോടുകൂടിയും ചടങ്ങുകൾ ആരംഭിച്ചു. ഗണപതി ഹോമം, ഉഷപൂജ, ഭാഗവത പാരായണം എന്നിവയ്ക്ക് ശേഷം 9:30 സമൂഹ പൊങ്കാല നടന്നു. ഇവിടെ വിപുലമായ ഉത്സവ ക്ഷേത്ര പൂജാതി കർമ്മങ്ങളും ഉത്സവ പരിപാടികളുമൊക്കെ ആരംഭിച്ചിരിക്കുകയാണ്. പരിഹാര കർമ്മങ്ങൾ 26 തീയതി വൈകിട്ട് തൊട്ട് തുടങ്ങി ക്ഷേത്ര മേൽശാന്തി പത്മനാഭൻ തന്ത്രിയുടെ ഒക്കെ കാർമ്മികത്വത്തിൽ ക്ഷേത്ര പൂജാതി കർമ്മങ്ങൾ വളരെ നല്ല രീതിയിൽ നടന്നു വരികയാണ്. ഫെബ്രുവരി 6 തീയതി വരെ വിവിധ പൂജാതി കർമ്മങ്ങളും നിത്യ ചടങ്ങുകൾക്ക് പുറമെ വിവിധ പ്രത്യേക പൂജകളും അതോടൊപ്പം തന്നെ വിവിധ കലാപരിപാടികൾ, സാംസ്കാരിക സമ്മേളനം ഉൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങളിലൂടെ ഇവിടെ ഈ പരിപാടി നടത്തപ്പെടുന്നതാണ്. ഇതിൻ്റെ വിജയത്തിനായി എല്ലാ ഭക്തജനങ്ങളെയും ഭക്തിയാദരപൂർവ്വം ഈ ക്ഷേത്രാങ്കണത്തിലേക്ക് ഭഗവത് നാമത്തിൽ ക്ഷണിക്കുന്നു.
തുടർന്ന് നടന്ന വാഹന പ്രതിഷ്ഠയ്ക്കും കലശാഭിഷേകത്തിനു ശേഷമാണ് കൊടിമര പ്രതിഷ്ഠാ കർമ്മങ്ങൾ പൂർത്തിയായത്. ദീപാരാധനയും തൃക്കൊടിയേറ്റും നാടൻ പാട്ടും അരങ്ങേറി. കൊടിമര പ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി ജനുവരി 28 തന്നെ ക്ഷേത്രങ്ങളിൽ ശുദ്ധികർമ്മങ്ങളും പ്രസാദ ശുദ്ധിയും നടന്നിരുന്നു. ക്ഷേത്രം തന്ത്രി മണവാട്ടില്ലം പത്മനാഭൻ പോറ്റിയുടെയും മേൽശാന്തിമാരുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ പുരോഗമിച്ചത്. രോഹിണി അത്തം മഹോത്സവത്തിന്റെ ഭാഗമായി ഫെബ്രുവരി 6 വരെ നീണ്ടു നിൽക്കുന്ന വിപുലമായ പരിപാടികളാണ് ക്ഷേത്രത്തിൽ ക്രമീകരിച്ചിരിക്കുന്നത്. എല്ലാ ദിവസവും അന്നദാനവും കലാപരിപാടികളും ഉണ്ടാകുമെന്നും ക്ഷേത്ര ട്രസ്റ്റ് അറിയിച്ചു.